ഇന്ന് രാവിലെ ഗെയിം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ബിഗ് ബോസിൽ ഗെയിം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് രാവിലെ അനുമോളുടെ കരച്ചിലും ഗിസേലുമായിട്ടുള്ള വഴക്കും, ഗിസേലിന്റെ ഡ്രോയർ തപ്പലും ഒക്കെ ആയിരുന്നു അനുവിന്റെ പരിപാടി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വഴക്കും കരച്ചിലും ഒക്കെ ആയിരുന്നു സ്ഥിരം പരിപാടി. അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല രസമുള്ള ഒരു ഗെയിം ആയിരുന്നു. ഗെയിം എന്ന് പറഞ്ഞാൽ 6 ജഡ്ജ്, അതായത് ഈ ഔട്ട് ആവാൻ നിൽക്കുന്ന 6 പേര് അവരുടെ ടീം അവർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം അവതരിപ്പിക്കും. അതായത് ബിഗ് ബോസ് കുറെ പാട്ട് തന്നിട്ടുണ്ട്. അതിലെ പാട്ട് ഏതെങ്കിലും എടുത്ത് അവർക്ക് ഡാൻസ് കളിക്കുകയോ സ്കിറ്റ് കളിക്കുകയോ കഥാപ്രസംഗം നടത്തുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അവരുടെ ഇഷ്ടം പോലെ. അതിനകത്ത് കുറച്ച് സമയം 6 മിനിറ്റ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ആണ് പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം. ഇതായിരുന്നു ഇന്നത്തെ സംഭവം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കേൾക്കുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് അവരെ തമ്മിൽ അമ്പനടി നടത്താനുള്ള ഒരു 8ന്റെയോ 7ന്റെയോ 18ന്റെയോ പണിയൊക്കെയാണ് ബിഗ് ബോസ് കൊടുത്തതെന്നുള്ളത്. സംഭവം അവസാനം അങ്ങനെ തന്നെ കലാശിച്ചു. അനീഷിനെ എല്ലാവരും കൂടെ കോർണർ ചെയ്തു. ബാക്കി എല്ലാവരും കൂടെ ഒരു ഒത്തുകളിച്ച് ജയിച്ചതായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അവസാനം 5ാം സ്ഥാനമാണ് അനീഷിന് കൊടുത്തത്. അതിനകത്ത് സരിക കേൾപ്പിക്കാണ് പടി കിട്ടിയത്. ഇത് ഈ പാട്ട് തരാത്ത ഒരു പാട്ടെടുത്ത് ബിന്നി പാടിയതുകൊണ്ട് അവരെ ഡിസ്ക്വാളിഫൈഡ് ആക്കുകയും ചെയ്തു. അപ്പൊ ബാക്കി 5 പേര് തമ്മിലാണല്ലോ കളി. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അക്ബർ അനുമോളും കൂടെ കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ട് അക്ബർ നന്നായിട്ട് പാടി, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അനുമോള് ഡാൻസ് കളിക്കുകയും ചെയ്തു. പക്ഷെ അക്ബറിന്റെ ഭാഗത്തു നിന്നൊരു ഡാൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അനീഷിന്റെ പിള്ളേര് നൂറയും ശൈത്യം കൂടെ നന്നായിട്ട് പെർഫോം ചെയ്തു. അവസാനം അനീഷിന്റെ ഇല്ല ഞാൻ ആരെയും വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സംഭവം കാണിച്ച് നല്ല രസം. എല്ലാവരും പൊട്ടിച്ചിരിച്ചു കേട്ടോ, എല്ലാവരും പൊട്ടിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അനീഷ് ആയതുകൊണ്ട് മാത്രം അവർക്ക് 5ാം സ്ഥാനമാണ് കൊടുത്തത്. പിന്നെ ശരത്ത് പറയുന്നുണ്ട് അവന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, അതായിരുന്നു പിന്നെയും കൂടെ. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് അത് 4th ആണ് കൊടുത്തത്. ആര്യനും ഗിസേലും തും ഹി ഹോ ആ പാട്ട്. പക്ഷെ അതിലൊക്കെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ ബിന്നിയുടെയും ശരത്തിന്റെയും പെർഫോമൻസും അനീഷിന്റെ ശൈത്യയുടെ ഒക്കെ പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ രേണുവിന്റെ നിവിനും ഷാനവാസും കൂടെ നല്ല രസകരമാണ്. നിവിൻ നല്ല ഇച്ചിരി കോമഡിയൊക്കെ, സത്യം പറഞ്ഞാൽ ഒരു ഓളം സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ നിവിനാണ്. നിവിൻ രസമുണ്ട് അതിനകത്ത്. നന്നായിട്ട് ഡാൻസർ ആണല്ലോ ഓൾറെഡി. അപ്പൊ നന്നായിട്ട് ഡാൻസ് കളിക്കുകയും ചെയ്തു. അവസാനം ഇതിനിപ്പം നടക്കാൻ പോകുന്നത് ഇന്നിനി വൈകുന്നേരം ഇവരെ ശരിക്കും ഔട്ടാക്കാൻ ഇവർ തന്നെ, അതായത് ഈ 6 പേര് മാത്രമായിട്ടൊരു ഗെയിമുണ്ട്. അതിലാണ് ആരാണ് ഔട്ടാവുന്നുള്ള തീരുമാനം വരുന്നത്. അതറിഞ്ഞാലേ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വേണ്ട. ആരാണ് അവരുടെ കഴിവനുസരിച്ചല്ലേ ഔട്ടാവുന്ന ആരാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇതിപ്പം ടീമല്ലേ കളിക്കുന്നത്. ടീം ശരിക്കും കളിച്ചോ ഇല്ലയോ. പക്ഷെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ആരെയും ഔട്ടാക്കണം എന്ന് വിചാരിച്ചൊന്നുമില്ല. പക്ഷെ അനീഷിനെ അത് കോർണർ ചെയ്യുക തന്നെയാണ്. നമുക്ക് ഏത് പൊട്ടക്കണന് മനസ്സിലാവും. അല്ലെങ്കിൽ അനീഷിന്റെ പിള്ളേർക്ക് 2ോ 1ോ കൊടുക്കാമായിരുന്നു. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേങ്കിൽ അവരത് ചെയ്തില്ല. അതെന്താ ചെയ്യാത്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം. ഉച്ച കഴിഞ്ഞ് രസമായിരുന്നു. നമുക്കും കാണുന്നവർക്കും കുറച്ചൊരു രസകരമായ കാര്യങ്ങളൊക്കെ ഇച്ചിരി ചിരിക്കാനും സംഭവമൊക്കെ കൊള്ളായിരുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഇനി അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് വൈകുന്നേരം അറിയാം.